Hey guys, welcome back to Encyclopedia. The drama, directed by Christopher Borgli, starring Hollywood's current much talented young actors Zendaya and Robert Pattinson. സോ ദ ഡ്രാമ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് A24 റോം കോം പടം ഇപ്പോൾ OTT-യിൽ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. സോ തിയേറ്ററിൽ ഇത് കാണാൻ പറ്റിയില്ല. അപ്പോൾ തിയേറ്ററിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ പടം അധികം ആൾക്കാർ കാണാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ റയർലി കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ. സോ OTT എനിക്കും അങ്ങനെ കാണാൻ പറ്റിയില്ല. ബട്ട് ഇതിൻ്റെ ഈ വർഷത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിംസിൽ ഒന്നായിരുന്നു ദ ഡ്രാമ. സോ OTT-യിൽ ഇന്നലെ കണ്ടു. അപ്പം അതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായമാണ് കിടിലം പടം. ലൈക്ക് റോം കോം എന്ന് പറഞ്ഞ ഒരു ജോൺറ് എസ്പെഷ്യലി ഹോളിവുഡിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു പ്രതീതിയാണ്. കാരണം കുറേ എണ്ണം ചപ്പ് ചവറ് പോലെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫ്രഷ് ഫീല് ഒന്നും കിട്ടുന്നില്ല. കാരണം കണ്ട സാധനം തന്നെ റിപ്പീറ്റേറ്റീവായിട്ട് കാണുന്ന ഒരു ഫീലും ഉണ്ട്. ആ ഒരു ജോൺറിലത്തെ പടങ്ങൾ എന്നെ സ്കിപ്പ് ചെയ്യാൻ മാത്രമേ തോന്നുന്നു. ഒന്നും എടുത്ത് പുതിയൊന്നും കാണാൻ തോന്നാത്തൊരു ടൈമിൽ വന്ന് കിടിലനൊരു എക്സ്പീരിയൻസ് തന്ന ഒരു ബ്രീത്ത് ഓഫ് എ ഫ്രഷ് എയർ കൈൻഡ് ഓഫ് ഫിലിമാണ് ദ ഡ്രാമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ മെയിൻലി ഇതിൻ്റെ ഹ്യൂമർ കോമഡി കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായി തോന്നിയത്. കാരണം വെച്ചാൽ കോമഡി പടങ്ങൾ ഇപ്പോൾ വളരെ റെയറായിട്ടാണ് വർക്കാവാൻ സാധ്യത. കാരണം എല്ലാം ഓവർ ലൗഡായിട്ടും അല്ലെങ്കിൽ ഓവർ ദ ടോപ്പായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഇൻ ദ നെയിം ഓഫ് കോമഡി ഒരു ആൾക്കാരിൽ നിന്നൊരു ചിരി വരുത്താൻ ആണിപ്പം മെജോറിറ്റി പടങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒട്ടുമിക്ക എല്ലാം ഒന്നും ഇപ്പോൾ വർക്കാവാണ്ട് പോവുകയാണ്. അപ്പോൾ കോമഡി കണ്ടായാലും എനിക്കിപ്പം ദേഷ്യം വരുന്ന ഒരു ഇറയിലാണ്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ കുറേ ചിരിച്ചു. ലൈക്ക് പൊട്ടിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് മണ്ണ് തപ്പി ചിരിച്ച് ആ ടൈപ്പ് ഓഫ് കോമഡി അല്ല പറയുന്നത്. ഇതിൻ്റെ കോമഡി തന്നെ അങ്ങനെ തന്നെയാണ്. അത് ലൗഡല്ല. കാരണം സബ്റ്റിലി നുവാൻസ്ഡ് അതിൻ്റെ ഒരു വളരെ ലൈക്ക് ഇതിൽ വളരെ ലൗഡായിട്ടുള്ള ഒരു സംഭവം ഈ സിനിമേൻ്റെ ടോൺ തന്നെ ലൗഡല്ല. കാരണം ഇതിൽ പറഞ്ഞാൽ മെയിൻലി ഡാർക്ക് ഹ്യൂമർ, അതുപോലെ തന്നെ ഈ സൈലൻസ്. സംടൈംസ് സൈലൻസ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് അല്ലെങ്കിൽ നോയ്സ് എന്നൊക്കെ പറയുന്നതായിട്ട് തന്നെ ചില നേരം സൈലൻസുകൾ, ചില പോസുകൾ, പിന്നെ ഇതിലെ ആക്ടേഴ്സിൻ്റെ എക്സ്പ്രഷൻസ്, ഇതൊക്കെ എല്ലാം കൂടെ വന്നിട്ടുള്ള ന്യൂആൻസ്ഡ് ആയിട്ടുള്ള സബ്റ്റിലായിട്ടുള്ള ഹ്യൂമറാണ് ഇതിലുള്ളത്. അതിപ്പം സ്ലാപ്സ്റ്റിക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. സ്പോട്ട് ഓൺ ഹ്യൂമർ ആവട്ടെ, ഡാർക്ക് ഹ്യൂമർ, മെയിൻലി ഡാർക്ക് ഹ്യൂമർ ആവട്ടെ, അതുപോലെ തന്നെ സിറ്റുവേഷൻ കോമഡി ആവട്ടെ, ഇതെല്ലാം കൂടെ വരുന്നൊരു ബ്ലെൻഡ് ഉണ്ട്. ഈ ഒരു സ്റ്റോറി പടത്തിൻ്റെ സ്റ്റോറീൻ്റെ ഒപ്പം വരുമ്പോൾ ഒരു ബ്ലെൻഡ് ഉണ്ട്. ആ ഒരു ബ്ലെൻഡിൽ കാണുമ്പം ഒട്ടുമിക്ക എല്ലാ ഹ്യൂമർ സാധനങ്ങളും വർക്കായിട്ടുണ്ട്. അത് എസ്പെഷ്യലി വെർബലായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവർ കുറച്ച് കോമഡി രീതിയിൽ അല്ലാണ്ട് വിഷ്വലിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഹ്യൂമർ ഏരിയയിൽ കിട്ടില്ലനായിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ജെന്യൂൻലി ഞാനൊന്ന് അറിഞ്ഞ് ചിരിച്ച, അല്ലെങ്കിൽ ഇവർ ചെയ്ത സാധനങ്ങൾ പിന്നീട് ഓർത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഓർത്തിട്ട് ഇതിൻ്റെ ഫേസിലൊരു ചിരി വന്ന അത്രയും ഒരു ജെന്യൂനായിട്ട് വന്ന കുറച്ച് ഹ്യൂമർ സീൻസ് അല്ലെങ്കിൽ ഹ്യൂമർ പോർഷൻസ് വന്ന ഒരു റീസെൻറ്റ് ഹോളിവുഡ് പടം ഏതാണെന്ന് വെച്ചാൽ എന്തായാലും ഇത് ഡ്രാമയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. സോ കോമഡി ഏരിയയിൽ കിട്ടില്ലനായിട്ടുണ്ട്. എസ്പെഷ്യലി റോബർട്ട് പാറ്റിൻസൻ്റെ പെർഫോമൻസ് കിടില സാധനം. ഇയാളെ റേഞ്ച് പഠിക്കണം. ഹിസ് റേഞ്ച് നീഡ്സ് ടു ബി സ്റ്റഡീഡ്. കാരണം പണ്ട് ട്വൈലൈറ്റിൽ എന്തൊക്കെ ക്രിഞ്ച് പരിപാടി ചെയ്ത് നടന്ന ചെക്കൻ ഇപ്പം ബാറ്റ്മാൻ, അതുപോലെ തന്നെ മറ്റേ ലൈറ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടർ ഓറിയൻറ്റഡ് റോൾസ് പീക്ക് ചെയ്ത് പോവുക. അപ്പം വൺ ആഫ്റ്റർ ഹിസ് ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ ഇതാണ് ഇയാൾ പുതിയ ബെസ്റ്റ് പെർഫോമൻസ്, കരിയർ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വേറെ ഇപ്പം ഈ ദ ഡ്രാമ എത്തിയപ്പോൾ എനിക്ക് ദ ഡ്രാമയാണ് സോ ഫാർ ദ ബെസ്റ്റ് വർക്ക് ഡൺ ബൈ റോബർട്ട് ആയി തോന്നിയത്. കിടിലനായിട്ടൊരു സാധനം. അമ്മാതിരി ഒരു ക്യാരക്ടർ. ഇയാൾ വന്ന് നിന്നാൽ തന്നെ എനിക്ക് ചിരി വരും. കാരണം അങ്ങനത്തെ ഒരു പെട്ടെന്ന് പാനിക്കാവുന്ന, പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന, പെട്ടെന്ന് എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് ഒരു ക്ലംസി കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഒരു മണോരാഞ്ജൻ ക്യാരക്ടർ എന്ന് വേണം പറയാം. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഇറ്റ്സ് ഓൺ ഇമോഷൻസ്. അറ്റ് ദ സെയിം ടൈം ഒരു ഇന്നസെൻ്റ്, ഒരു ക്യൂട്ട് ക്യാരക്ടർ. ഇയാൾ പിന്നെ ലുക്കുള്ളതുകൊണ്ട് കണ്ടിരിക്കാനും വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ ഇയാളെ ഹ്യൂമർ പരിപാടിയാണ് മെയിൻലി പടത്തിൻ്റെ വേറെ ലെവൽ ആക്കിയത്. സോ റോബർട്ട് പാറ്റിൻസൺ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ക്രിഞ്ച് ചീസി മീറ്ററിലേക്ക് പോകുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാരക്ടറാണ്. അപ്പോൾ അത് പിടിച്ച് അതിൻ്റെ മീറ്റർ പിടിച്ച് നീറ്റായി ചെയ്തിട്ട് കാണുന്ന ആളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കാരണം ഇറ്റ്സ് ടോട്ടലി അമേസിങ്. സോ റോബർട്ട് പാറ്റിൻസൺ കിടിലനായിട്ടുണ്ട്. ചാർലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അറ്റ് ദ സെയിം ടൈം ഇതൊരു മൾട്ടി സ്റ്റാറർ പടമാണ്. ഒരു കപ്പിൾസിനെ ഫോക്കസ് ചെയ്യുന്ന പടമായതുകൊണ്ട് തന്നെ നമ്മുടെ സെൻഡേയ, റോബർട്ടിൻ്റെ
കപ്പിളായിട്ട് പെയറായിട്ട് വന്ന സെൻഡയ കിടിലൻ, രണ്ടാളും കൂടെ തൂക്കി, സെൻഡയും റോബർട്ട് പാറ്റിൻസണും കൂടെ തൂക്കിയ പടം. സെൻഡയ എനിക്ക് നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. യൂഫോറിയ സീരീസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം തൻ്റെ ബ്യൂട്ടിയും ഉണ്ട്. സോ അറ്റ് ദ സെയിം ടൈം ലുക്ക് കൊണ്ടും ഐ നെവർ സോ സെൻഡയ ദിസ് ബ്യൂട്ടിഫുൾ ഇൻ എനി മൂവി ഓർ സീരീസ് ബിഫോർ. സോ ബ്യൂട്ടി കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ബാലൻസ് ആക്കിയിട്ട് ഇതിലെ എമ്മ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ക്യാരക്ടറിനെ കിടിലനായിട്ട് ചെയ്തു സെൻഡയ. സോ സെൻഡയൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് പടം പോകുന്നത്. സോ സെൻഡയൻ്റെ ഒരു സൈക്കോളജിക്കൽ യുനോ റൂട്ട് കൂടിയൊക്കെയാണ് പടം പോകുന്നത്. അതിൻ്റെ മേലെ കോമഡിയും കാര്യങ്ങളും ഡ്രാമയൊക്കെ വെച്ചിട്ടുള്ളൊരു കിടിലൻ റോം കോം, ഒരു സ്വീറ്റ് ആൻഡ് സിമ്പിൾ ലെറ്റ് ഫ്രഷ് എൻ്റർടൈനിങ് റോം കോം ആയിട്ടാണ് ഇത് ഡ്രാമ എനിക്ക് ഓവറോൾ തോന്നിയത്. അപ്പം കോമഡി ഡൺ വെൽ എന്നുള്ള ഒരു ഇത് മാത്രമല്ല ഇതിൽ, അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു മെസ്സേജ് പോലെയും ഒരു വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അയാൾക്കുണ്ടായ കുറച്ച് സൈക്കോളജിക്കൽ ഒരു മെൻ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രബിൾസിനെയൊക്കെ ചർച്ചയും ചെയ്യുന്നുണ്ട്. അതൊരു ഡാർക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് ഒരു ഹ്യൂമർ ലെയർ പിടിച്ചിട്ടാണ് ഇതിനെ പോർട്രേ ചെയ്യുന്നത്. കാരണം ഇയാൾക്കിത് ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയ, പക്ഷെ മറ്റൊരാളെ കണ്ണിൽ കാണുമ്പോൾ ഇയാൾ എന്തോ ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ പോലെയാണ്. അപ്പോൾ സൊസൈറ്റി എങ്ങനെ ഒരു ആളെ പ്രശ്നം മനസ്സിലാക്കാണ്ട് അവരെ പ്രെജുഡിസ് ചെയ്തിട്ട് അതൊരു പ്രഷർ അവർക്ക് ഉണ്ടാക്കി അവരെ പാനിക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലുള്ള അങ്ങനെ കുറേ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോർട്രയൽ രീതി മെജോറിറ്റി ഹ്യൂമർ ആണെന്നുള്ളൂ. സോ പ്രോപ്പർ ഒരു ബ്ലെൻഡാണ്. സോ ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കോമഡി ഓൺലി. കോമഡി സീൻസ് തന്നെ കുറേ ഉണ്ട് ഇതിൽ നല്ലതെന്ന് പറയാം. ഇപ്പോൾ സ്പോയിലർ പറയല്ല. എന്ന് വെച്ചാൽ ഈ റോബർട്ട് പാറ്റിൻസൻ്റെ എല്ലാ പാനിക് സീൻസും വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇവർ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഈ കഥയുടെ പ്ലോട്ട് തന്നെ തുടങ്ങുന്നതിന് മെയിൻ റീസൺ ആയ ഒരു ഗെയിമുണ്ട്. ഇത് വെഡ്ഡിങ്ങിൻ്റെ മുന്നേ റോബർട്ട് പാറ്റിൻസണും സെൻഡയും ഇവരൊരു കപ്പിൾ, പിന്നെ ഇവരൊരു ഫ്രണ്ട്സ് കപ്പിൾ വേറെ ഉണ്ട്. അപ്പോൾ അവർ ഈ 4 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വേഴ്സ്റ്റ് കാര്യം എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും ഒരു ചെയ്തതിൽ ഏറ്റവും ഡാർക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ഒരാളിപ്പോൾ ഡാർക്ക് പറഞ്ഞാണെങ്കിൽ അടുത്ത ആൾ പറയുന്നത് ഡാർക്കസ്റ്റ് ആക്കി, അങ്ങനെ പോയി സെൻഡയ പറയുന്നതായിരിക്കും ദ മോസ്റ്റ് ഡിസ്റ്റർബിങ് കാര്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി നടക്കുന്നത്. സോ ഒരു ഗൺ റിലേറ്റഡ്, സെൻഡയൊക്കെ ഒരു ഗൺ റിലേറ്റഡ് ഒരു ചൈൽഡ്ഹുഡ് ഒരു ഇവൻ്റ് ഉണ്ട്. ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് സ്കൂൾ പോയിട്ട് വെടിവെച്ച് കൊല്ലണമെന്ന് അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഒരു തോട്ട് വന്നിരുന്നു എന്ന് സെൻഡയ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സെൻഡയനെ ഇതൊരു സൈക്കോപാത്താണ് എന്നുള്ള രീതിയിലൊക്കെ സൊസൈറ്റി കാണുന്നു. അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റോം കോം പടമാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് റോം കോം ഒരു ടോണിലാണെന്നുള്ളൂ. സോ ഇറ്റ്സ് ഡൺ വെരി നീറ്റ്ലി. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണലി ആൻഡ് നമ്മുടെ അവിടെ നിന്നൊക്കെ എല്ലായിടത്തു നിന്നും നല്ലൊരു റിവ്യൂസ് തന്നെയാണ് കിട്ടുന്നത് ഇതിൽ പടത്തിന്. റോട്ടൻ ടൊമാറ്റോസ് ആവട്ടെ, ലെറ്റർ ബോക്സ് ആവട്ടെ, IMDb ഒക്കെ നല്ല രീതിയിൽ തന്നെ റേറ്റിംഗ് കൊടുക്കുന്നത്. സോ ആ ഒരു ക്വാളിറ്റി പടം ഉടനീളം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് എല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ട് തന്നെയാണ് പടത്തിന് ഇത്രയും നല്ല റിവ്യൂസ് കിട്ടിയാൽ ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മൂവി. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കോമഡി സീൻസിനെ പറ്റിയിട്ട്, അതിൽ ഈ റോബർട്ട് പാറ്റിൻസൻ്റെ പാനിക് സീൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗെയിം കളിക്കുന്ന ഒരു സീന്, ഈ വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് തിങ്സ് യു ഹാവ് എവർ ഡൺ ഇൻ യുവർ ലൈഫ്, പിന്നെ പറഞ്ഞാൽ ഇവരുടെ വെഡ്ഡിങ് സീനിൽ ഒരു ടോസ്റ്റ് ടു ദ കപ്പിൾസ് എന്ന ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു കയോട്ടിക് സീനുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു കിടലനായിട്ട് നല്ലൊരു പീക്ക് പടം എന്നൊന്നും പറയുന്നില്ലെങ്കിലും ഒരു കൈൻഡ് ഓഫ് 3.5 ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കുള്ളൂ. എന്നാൽ പോലും ആ ഒരു ഇതിൽ കംപ്ലീറ്റ് നല്ല നീറ്റായി ചെയ്തൊരു പടം. സോ ഓരോ തന്നെ സിംബോളിക്കായിട്ട് കുറേ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ ലെയേർഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി സെൻഡയൻ്റെ എമ്മ എന്ന ക്യാരക്ടർ, മെയിൻലി സെൻഡയൻ്റെ ക്യാരക്ടർ ലെയേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട്. സിംബോളിക് സീൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഒട്ടും ഇതിൽ, എസ്പെഷ്യലി നമ്മുടെ 2 മെയിൻ ലീഡിൻ്റെയും, റോബർട്ട് പാറ്റിൻസൻ്റെ ക്യാരക്ടറിൻ്റെയും അതുപോലെ തന്നെ സെൻഡയൻ്റെ ക്യാരക്ടേഴ്സ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ സെൻഡയ. സോ ഓവറോൾ വരുമ്പം എല്ലാം ഉണ്ട് ഇത്. സോ ഒരു നല്ലൊരു പടം തന്നെ. എന്നുവെച്ച് ഫാമിലിൻ്റെ മുന്നിൽ കാണാൻ പറ്റുന്ന പടം എന്നല്ല, നിങ്ങൾ യൂഷ്വൽ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു വേണ്ട. സെക്സ് സീനുണ്ട്, ചെറിയ എല്ലാ പരിപാടികളും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ജോൺറയിലൊക്കെ പടങ്ങൾ ഹോളിവുഡിൽ നിന്ന് വരുമ്പോൾ യൂഷ്വലി ഇവർ മെയിൻലി പറഞ്ഞാൽ ഈ റൊമാൻസസ് അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ സ്പാം ചെയ്ത് വിടുക. കാരണം അത് മാത്രമേ ഉള്ളൂ ആൾക്ക് ഒരു നല്ലൊരു പടം കണ്ട് എന്നുള്ളതല്ലേ, ഈ ഒരു ജോൺറയിൽ നല്ലൊരു സാധനം കണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ടാണ് പോകുന്നത്. ജസ്റ്റ് ഇവരെ വെടിയും പുകയും കണ്ടിക്കുക അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. കാരണം ഇതങ്ങനെയല്ല, ഇത് തറോളി എൻ്റർടൈനിങ്, എൻഗേജിങ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ പരിപാടിയും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു നല്ലൊരു രീതിയിൽ തന്നെ കോംപ്ലക്സ്
മനുഷ്യൻ്റെ ഹ്യൂമൻ ലെയേഴ്സൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ ഇത്ര സബ്ട്ലി നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ, അല്ലെങ്കിൽ മൂവി അനലൈസ് ചെയ്യുന്ന ഒരു രീതി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അല്ലാണ്ട് നോർമൽ ഓഡിയൻസിൻ്റെ മാതിരി ചുമ്മാ കാണുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് അനദർ റോം കോം ആയിട്ട് തോന്നും. അങ്ങനെ ഒരു നല്ലൊരു പടം. സോ എസ്പെഷ്യലി ഹോളിവുഡിൽ നിന്നിപ്പോൾ ഈ ഒരു ജോൺറയിൽ ഒരു ഫീലുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു സാധനം ഫ്രഷ് കിട്ടാനേ ഇല്ല. അപ്പോൾ അതിൽ റീസെൻ്റ്ലി വന്നതെന്ന് വെച്ചാൽ ബെസ്റ്റാണ്. സോ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. A24 has done it again in terms of quality. So മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്ന ഇറ്റ്സ് മീ ജോൺ ഫ്ലിക് സൈനിങ് ഔട്ട് ഫ്രം എൻസിക്ലോപീഡിയ.